ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ചോദ്യം, പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. ചാപ്റ്ററിന്റെ പേര് തന്നെ ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് എന്നാണ്. അപ്പൊ ഒന്നാമത്തെ ചോദ്യം, പ്രോബ്ലംസ് ആൻഡ് ചലഞ്ചസ് ഫേസ്ഡ് ബൈ ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. സ്വാതന്ത്ര്യത്തിന് ശേഷം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിടേണ്ടി വന്ന പ്രധാന പ്രശ്നങ്ങൾ എന്തെല്ലാം, പ്രധാന വെല്ലുവിളികൾ എന്തെല്ലാം? ഇതാണ് ഒന്നാമത്തെ ചോദ്യം. അതിൽ ഒന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് നമ്മൾ ഈ പഠിക്കുന്നത്, അഭയാർത്ഥി പ്രവാഹം, ഫ്ലോ ഓഫ് റെഫ്യൂജീസ്. അതിൽ പഠിക്കേണ്ട പോയിന്റ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് there was a flow of refugees from India to Pakistan and vice versa. Communal riots broke out. വർഗീയ ലഹളകൾ പൊട്ടിപ്പുറപ്പെട്ടു. Thousands of people were killed. ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു. Women were attacked. സ്ത്രീകൾ ആക്രമിക്കപ്പെട്ടു. Around 10 million people traveled as refugees. 10 ദശലക്ഷം ആളുകൾ റെഫ്യൂജീസ് ആയിട്ട്, അഭയാർത്ഥികളായിട്ട് യാത്ര ചെയ്തു. ഓൺ ഫുഡ്, ട്രെയിൻസ് ആൻഡ് ബുള്ളോക്ക് കാർട്ട്സ്. കാൽനടയായിട്ടും ട്രെയിനിലും കാളവണ്ടിയിലും. ഗവൺമെന്റ് സോൾവ് ദ പ്രോബ്ലംസ്. ഗവൺമെന്റ് പിന്നെ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു. പഠിച്ചോട്ടാ, പഠിച്ച് കേൾപ്പിക്കണം. ഇനിയും മലയാളം മാർക്ക് ചെയ്ത് തരാം. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്കും പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്കും അഭയാർത്ഥി പ്രവാഹങ്ങൾ ഉണ്ടായി. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്കും പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്കും അഭയാർത്ഥി പ്രവാഹങ്ങൾ ഉണ്ടായി. സെക്കൻഡ് പോയിന്റ്, വർഗീയ ലഹളകൾ നടന്നു. വർഗീയ ലഹളകൾ നടന്നു. ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു. ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു. സ്ത്രീകൾ ആക്രമിക്കപ്പെട്ടു. കാൽനടയായും കാളവണ്ടിയിലും തീവണ്ടിയിലുമായി 10 ദശലക്ഷം, ദശലക്ഷം എന്ന് പറഞ്ഞാൽ തന്നെ 10 ലക്ഷമാണ് കേട്ടാ. 10 × 10 ലക്ഷം, 10 മില്യൺ കേട്ടാ. 10 M, അതാണ് 10 ദശലക്ഷം കേട്ടാ. കാൽനടയായും കാളവണ്ടിയിലും തീവണ്ടിയിലുമായി 10 ദശലക്ഷം പേർ അഭയാർത്ഥികളായി സഞ്ചരിച്ചു. ഗവൺമെന്റിന് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞു. എഴുതി അയച്ചവര് പറഞ്ഞു കേട്ടാ. Okay. After independence, there was a flow of refugees from India to Pakistan and vice versa. The communal riots broke out. Thousands of people were killed. Women were attacked. Around 10 million people traveled as refugees on foot, train, and bullock carts. The government solved the problems. After independence, there was a flow of refugees from India to Pakistan and vice versa. Communal rights were broken out. Thousands of people were killed. Women were attacked. Around 10 million people traveled as refugees on foot, trains, and bullock carts. Government solved the problem. There was a flow of refugees from India to Pakistan and vice versa. Communal riots broke out in various places. Thousands of people were killed. Women were attacked. Around 10 million people traveled as refugees on foot, train, and bullock carts. The government solved the problem. Okay. Sir, പറയട്ടെ.
There was an influx of refugees from India to Pakistan and vice versa. Communal riots broke out. Thousands of people were killed. Women were attacked. Around 10 million people traveled in the refugees on foot, trains, and bullock carts. Government solved the problems. Okay. പറയ് പറയ് There was a flow of refugees from India and Pakistan, vice versa. Thousands of people were killed. Communal riots broke out. Women were attacked. 10 million people came as refugees in train and bullock cart. Government solved the problem. Okay. ഇപ്പൊ പറഞ്ഞതാരാ? ഇപ്പൊ തന്നെ പറഞ്ഞതാരാ? അൻഷ. ഓക്കെ, പറയേ. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്കും പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്കും അഭയാർത്ഥി പ്രവാഹങ്ങൾ ഉണ്ടായി. വർഗീയ ലഹളകൾ നടന്നു. ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു. സ്ത്രീകൾ ആക്രമിക്കപ്പെട്ടു. കാൽനടയിലും കാളവണ്ടിയിലും തീവണ്ടിയിലും 10 ദശലക്ഷം പേർ അഭയാർത്ഥികളായി സഞ്ചരിച്ചു. ഗവൺമെന്റ് അഭയാർത്ഥി പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞു. സ്വാതിയാണോ? ഓക്കെ. ആ, കാണിക്കാം. ആ, പറയേ. There was an influx of refugees from India to Pakistan and vice versa. Communal riots are out. Thousands of people were killed. Women were attacked. Around 10 million people traveled as refugees on foot, trains, bullock carts. Government solved the problems. ഓക്കെ, പറയേ. After independence, there was an influx of refugees from India to Pakistan, vice versa. Communal riots broke out. Thousands of people were killed. Women were attacked. Around 10 million people traveled as refugees on foot, trains, and bullock carts. The government solved the problems. ഓക്കെ, പറയട്ടെ. പറയേ. There was a flow of refugees from India to Pakistan and vice versa. Communal riots broke out. Thousands of people were killed. Women were attacked. Around 10 million people traveled as a refugee on foot, train, and bullock carts. The government solved the problem. ഓക്കെ, പറയേ. After independence, there was a flow of refugees from India to Pakistan and vice versa. Communal riots broke out. Thousands of people were killed. Women were attacked. Around 10 million people traveled as refugees on foot, train, and bullock carts. The government solved the problems. ഓക്കെ, പറയേ. After independence, there was a flow of refugees from India to Pakistan and vice versa. Communal riots were broke out. Thousands of people killed and women were attacked. Around 10 million of people traveled as refugees on foot, train, and bullock carts. Government solved the problem. ഗൗരിയാണോ? ഓക്കെ, 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 പറയേ. After independence, there was a flow of refugees from India to Pakistan and vice versa. Women and refugees on foot, trains, and bullock carts. ഓക്കെ, ഇതിന്റെ വേർഡ്സ് ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് വീട് അഭയാർത്ഥി പ്രവാഹം അല്ലേ? ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്കും പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്കും അല്ലെ? ഫ്ലോ ഓഫ് റെഫ്യൂജീസ് ഫ്രം ഇന്ത്യ ടു പാകിസ്ഥാൻ ആൻഡ് വൈസ് വേഴ്സ. വർഗീയ ലഹളകൾ ഉണ്ടായി. കമ്മ്യൂണൽ റൈറ്റ്സ്
ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു. തൗസൻഡ്സ് ഓഫ് പീപ്പിൾ were killed. വിമൻ അറ്റാക്ട്, സ്ത്രീകളെ ആക്രമിക്കപ്പെട്ടു. 10 ദശലക്ഷം ആളുകൾ അഭയാർത്ഥികളായിട്ട് സഞ്ചരിച്ചു, കാൽനടയായിട്ടും ട്രെയിനിലും കളവണ്ടിയിലൊക്കെ. 10 million people were traveled as refugees on foot, train and block carts. പിന്നെ ഗവൺമെന്റ് സോൾവ് ദിസ് പ്രോബ്ലം, ഗവൺമെന്റ് ഈ പ്രശ്നം പരിഹരിച്ചു. അപ്പൊ ഇതിന് 6 വേർഡ്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ, വേർഡ്സും PDF ഇടുന്നുണ്ട്. അടുത്തത് നാട്ടുരാജ്യങ്ങളുടെ സംയോജനം. നാട്ടുരാജ്യങ്ങളുടെ സംയോജനം, ഇന്റഗ്രേഷൻ ഓഫ് പ്രിൻസ്ലി സ്റ്റേറ്റ്സ്. ഇന്റഗ്രേഷൻ ഓഫ് പ്രിൻസ്ലി സ്റ്റേറ്റ്സ്, നാട്ടുരാജ്യങ്ങളുടെ സംയോജനം. അപ്പൊ രണ്ടാമത്തെ പ്രശ്നം, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട രണ്ടാമത്തെ പ്രശ്നം അല്ലെ. അനദർ പ്രോബ്ലം ഫേസ്ഡ് ബൈ ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. ഇതാണ് നാട്ടുരാജ്യങ്ങളുടെ സംയോജനം, ഇന്റഗ്രേഷൻ ഓഫ് പ്രിൻസ്ലി സ്റ്റേറ്റ്സ്. ഫസ്റ്റ് പോയിന്റ്, 600ഓളം നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയില്. എത്രയാ? 600ഓളം നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ. 600ഓളം, ഇതാ ഫസ്റ്റ് പോയിന്റ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ 600ഓളം നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു. There are around 600 princely states in India after independence. സ്വാതന്ത്ര്യത്തിന് മുമ്പ് എന്നാണ് അല്ലേ? ഓക്കെ, സ്വാതന്ത്ര്യത്തിന് മുമ്പ്, ബിഫോർ ഇൻഡിപെൻഡൻസ്. ബിഫോർ ഇൻഡിപെൻഡൻസ് പറഞ്ഞാൽ മതിട്ടാ. There were around 600 princely states in India before independence. സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ഇന്ത്യയിൽ എത്ര നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു? 600ഓളം നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു. There were around 600 princely states in India before independence. സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഇന്ത്യയില് 600ഓളം നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു. ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ്, ഈ നാട്ടുരാജ്യങ്ങൾക്ക് ഇന്ത്യയിലോ പാകിസ്ഥാനിലോ ചേരാം, അല്ലെ സ്വതന്ത്രമായി നിൽക്കാം എന്നുള്ള അധികാരം നൽകിയാണ് ബ്രിട്ടൻ ഇന്ത്യ വിട്ടത്. അപ്പൊ ഇവർക്ക് അധികാരം നൽകിയിരുന്നു. ഇവർക്ക് അധികാരം നൽകി. എന്തിനുള്ള അധികാരം നൽകി? ഇന്ത്യയിലോ പാകിസ്ഥാനിലോ ചേരാനുള്ള അധികാരം നൽകിയിരുന്നു. ഈ നാട്ടുരാജ്യങ്ങൾക്ക് ഇന്ത്യയിലോ പാകിസ്ഥാനിലോ ചേരാനുള്ള അധികാരം നൽകിയിരുന്നു. Britain gave them the option to join either India or Pakistan. Britain gave them the option. അവർക്ക് ഓപ്ഷൻ നൽകിയിരുന്നു. Britain gave them the option. എന്തിനാ ഓപ്ഷൻ നൽകിയത്? To join India or Pakistan. To join India or Pakistan. Britain gave them option. Options. അവർക്ക് ഓപ്ഷൻസ് കൊടുത്തിരുന്നു. To join India or Pakistan. ഇന്ത്യയിലോ പാകിസ്ഥാനിലോ ചേരാനുള്ള ഓപ്ഷൻസ് അവർക്ക് കൊടുത്തിരുന്നു. Britain gave them options to join India or Pakistan. ഇന്ത്യയിലോ പാകിസ്ഥാനിലോ ചേരാനുള്ള അധികാരം അവർക്ക് നൽകിയിരുന്നു. ഇന്ത്യയിലോ പാകിസ്ഥാനിലോ ചേരാനുള്ള അധികാരം അവർക്ക് നൽകിയിരുന്നു. ഇന്ത്യ gave them options to join India or Pakistan. അല്ല, Britain gave them
Britain gave them options to join India or Pakistan. Next point. ഇതൊരു പ്രധാന പ്രശ്നമായിരുന്നു. നാട്ടുരാജ്യങ്ങളുടെ സംയോജനം ഒരു പ്രധാന പ്രശ്നമായിരുന്നു. നാട്ടുരാജ്യങ്ങളുടെ സംയോജനം ഒരു പ്രധാന പ്രശ്നമായിരുന്നു. Integration of princely states was another challenge. It was another challenge. ഇതൊരു ചലഞ്ച് ആയിരുന്നു, മറ്റൊരു വെല്ലുവിളിയായിരുന്നു. It was another challenge. Integration of princely states was another challenge. ഇത് മറ്റൊരു ചലഞ്ച് ആയിരുന്നു. ഇതിന്റെ ചുമതല സർദാർ വല്ലഭായ് പട്ടേലിനായിരുന്നു. സർദാർ വല്ലഭായ് പട്ടേലിനായിരുന്നു ഇതിന്റെ ചുമതല. സർദാർ വല്ലഭായ് പട്ടേലിനായിരുന്നു ഇതിന്റെ ചുമതല. Sardar Vallabhbhai Patel was in charge of this. Sardar Vallabhbhai Patel was in charge of this. In charge. ഇതിന്റെ in charge ആർക്കായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേൽ വാസ് സർദാർ വല്ലഭായ് പട്ടേലിനായിരുന്നു ഇതിന്റെ in charge. സർദാർ വല്ലഭായ് പട്ടേൽ വാസ് in charge of this. സർദാർ വല്ലഭായ് പട്ടേലിനായിരുന്നു ഇതിന്റെ ചുമതല. അദ്ദേഹം മലയാളിയായ വി പി മേനോനെ സെക്രട്ടറിയായി നിയമിച്ചു. അദ്ദേഹം മലയാളിയായ വി പി മേനോനെ സെക്രട്ടറിയായി നിയമിച്ചു. അദ്ദേഹം മലയാളിയായ വി പി മേനോനെ സെക്രട്ടറിയായി നിയമിച്ചു. He appointed VP Menon a Keralite as secretary. English Hindi ഇത് സോഷ്യലാണ്. സോഷ്യൽ കുറച്ച് സോഷ്യൽ കഴിഞ്ഞിട്ട് നമുക്ക് ഹിന്ദി ഇംഗ്ലീഷ് കിടക്കാം. ഇടാ സെക്രട്ടറി. He appointed VP Menon, a Keralite, as secretary. He appointed VP Menon, a Keralite, as secretary. മലയാളിയായ VP Menon അദ്ദേഹം സെക്രട്ടറി നിയമിച്ചു. മലയാളിയായ VP Menon അദ്ദേഹം സെക്രട്ടറി നിയമിച്ചു. അവർ ഒരു ലയനക്കരാർ തയ്യാറാക്കി. ലയനക്കരാർ എന്താ ലയനക്കരാർ എന്ന് പറഞ്ഞാൽ? ലയനം എന്ന് പറഞ്ഞാൽ എന്താ? ലയനം ലയിപ്പിക്ക കൂട്ടിച്ചേർക്ക. എന്തിനാ കൂട്ടിച്ചേർക്കണത്? അതായത് ഇവിടുത്തെ പ്രശ്നം എന്താന്ന് വെച്ചാല് ബ്രിട്ടീഷുകാര് ഇവിടുത്തെ പ്രശ്നം എന്താന്ന് വെച്ചാല് ബ്രിട്ടീഷുകാര് ഇന്ത്യ വിട്ടു പോകുമ്പോഴും ബ്രിട്ടീഷുകാർ അവര് ഭരിച്ച ആ പ്രദേശങ്ങളൊക്കെ ആർക്ക് കൊടുത്തു? ഇന്ത്യ ഗവൺമെന്റിന് കൊടുത്തു. അത് കൂടാണ്ട് 600 രാജാക്കന്മാര് ഭരിക്കുന്ന സ്ഥലം വേറെ ഉണ്ട്. 600 നാട്ടുരാജ്യങ്ങൾ വേറെ ഉണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർ ഭരിച്ച പ്രദേശം കൂടാതെ 600 നാട്ടുരാജ്യങ്ങൾ വേറെ ഉണ്ടായിരുന്നു. അതിനെയും കൂടി ഇതിലേക്ക് ലയിപ്പിക്കണം. അപ്പൊ ആ ലയിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കരാറാണ് എന്ത്? ലയനക്കരാർ. കേട്ടാ? അവരിതിലേക്ക് എക്സെഷൻ ചെയ്യണം. ഇവർ ഒരു ലയനക്കരാർ തയ്യാറാക്കി. അവരിതിലേക്ക് എക്സെഷൻ ചെയ്യണം, എക്സസ് ചെയ്യണം. എന്താ എക്സസ് ചെയ്യാന്ന് വെച്ചാ? സമീപിക്കാൻ നടത്തേണ്ട എക്സസ് ഇങ്ങോട്ട് കൊണ്ടുവരും. ഇവരൊക്കെ ഇതിലേക്ക് എക്സസ് ചെയ്യിപ്പിക്കണം. അതിന് അവരൊരു ഇൻസ്ട്രുമെന്റ് ഉണ്ടാക്കി, ഒരു കരാർ ഉണ്ടാക്കി. അതാണ് ഇൻസ്ട്രുമെന്റ് ഓഫ് എക്സെഷൻ. ദേ പ്രിപ്പയർഡ് an instrument of accession.
they prepared an instrument of accession. ആ വാക്കൊന്ന് കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്, ഇൻസ്ട്രുമെന്റ് ഓഫ് accession. അതൊന്ന് മനസ്സിലാക്കി പഠിക്കേണ്ടതാണ്. എന്താ ഇൻസ്ട്രുമെന്റ് ഓഫ് accession എന്ന് പറഞ്ഞാൽ? എന്താണ് ഇൻസ്ട്രുമെന്റ് ഓഫ് accession? ലയനക്കരാർ. ഇടാ, ഇൻസ്ട്രുമെന്റ് ഓഫ് accession എന്ന് പറഞ്ഞാൽ ലയനക്കരാർ. എന്താണ് ഇൻസ്ട്രുമെന്റ് ഓഫ് accession? എന്താ? ലയനക്കരാർ എന്ന് മലയാളത്തിൽ പറയും. അതായത് അവരെ എക്സസ് ജീവിപ്പിക്കാൻ വേണ്ടിട്ട് ഒരു ഇൻസ്ട്രുമെന്റ് ഉണ്ടായിരുന്നു. ഇൻസ്ട്രുമെന്റ് ടൂൾ എന്ന് അർത്ഥമുണ്ട്, കരാർ എന്ന് അർത്ഥമുണ്ട്. ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞാൽ, ഇൻസ്ട്രുമെന്റ് ഓഫ് accession എന്ന് പറഞ്ഞാല് ഇവരിനൊക്കെ ഈ നാട്ടുരാജ്യങ്ങളൊക്കെ ഇന്ത്യയിലേക്ക് ലയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ്, ഒരു ലയനക്കരാറാണ് ഇൻസ്ട്രുമെന്റ് ഓഫ് accession. ഇൻസ്ട്രുമെന്റ് ഓഫ് accession ഉണ്ടാക്കി. അടുത്ത പോയിന്റ്, ഇതനുസരിച്ച് ഈ കരാറിൽ പറഞ്ഞ കാര്യം ഇതാണ്. അതായത് നാട്ടുരാജ്യം, അപ്പൊ അതില് രാജാക്കന്മാരുണ്ടാവുമല്ലോ, അപ്പൊ അതുകൊണ്ട് അവര് മൊത്തം അത് ഇന്ത്യ ഗവൺമെന്റ് ഒരുമിച്ച് കൈമാറൊന്നും വേണ്ട, രാജാക്കന്മാർക്ക് അവിടെ ഭരിക്കാം. പക്ഷെ 3 കാര്യങ്ങള് ഇന്ത്യ ഗവൺമെന്റിന് കൈമാറണം: പ്രതിരോധം, വിദേശകാര്യം, വാർത്താവിനിമയം. ഇതിന്റെ നിയന്ത്രണം കേന്ദ്ര സർക്കാരിന് കൈമാറണം. 3 കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിന് കൈമാറണം. ഏതൊക്കെയാ? പ്രതിരോധം, വിദേശകാര്യം, വാർത്താവിനിമയം. ഈ 3 കാര്യങ്ങള് സർക്കാരിന് കൈമാറണം, കേന്ദ്ര സർക്കാരിന് കൈമാറണം. 3 കാര്യങ്ങൾ കൈമാറണം. 3 കാര്യങ്ങൾ കൈമാറണം, കേന്ദ്ര ഗവൺമെന്റിന് കൈമാറണം. ട്രാൻസ്ഫർ. princely states had to transfer എന്തൊക്കെയാ? ഡിഫൻസ്, എക്സ്റ്റേണൽ അഫയേഴ്സ് ആൻഡ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. അവർ 3 കാര്യങ്ങൾ ട്രാൻസ്ഫർ ചെയ്യണം. they had to transfer. 3 കാര്യങ്ങൾ they had to transfer. മൂന്ന് കാര്യങ്ങൾ അവർ ട്രാൻസ്ഫർ ചെയ്യണം. ഡിഫൻസ്, പിന്നെ എന്തൊക്കെയാ? ഡിഫൻസ്, എക്സ്റ്റേണൽ അഫയേഴ്സ്, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. പ്രതിരോധം, വിദേശകാര്യം, വാർത്താവിനിമയം. ഈ 3 കാര്യങ്ങള് അവര് കൈമാറണം. എന്നാലേ 3 പേര് അത് വിസമ്മതിച്ചു. ഭൂരിഭാഗം നാട്ടുരാജ്യങ്ങളും ഇതിൽ ഒപ്പുവെച്ചു. ഭൂരിഭാഗം നാട്ടുരാജ്യങ്ങളും ഈ ലയനക്കരാറിൽ ഒപ്പുവെച്ചു.
ഭൂരിഭാഗം നാട്ടുരാജ്യങ്ങൾ ഇതിൽ ഒപ്പുവെച്ചു. എന്നാൽ majority of the principal states signed and joined. ഇതിൽ ഒപ്പുവെച്ചിട്ട് ചേർന്നു. ഭൂരിഭാഗം നാട്ടുരാജ്യങ്ങൾ ഇതിലേക്ക് സൈൻ ചെയ്തിട്ട് ഇതിൽ ചേർന്നു. സൈൻഡ് ആൻഡ് ജോയിൻഡ്. മെജോറിറ്റി ഓഫ് ദ പ്രിൻസിപ്പൽ സ്റ്റേറ്റ്സ് സൈൻഡ് ആൻഡ് ജോയിൻഡ്. ഭൂരിഭാഗം നാട്ടുരാജ്യങ്ങളും ഒപ്പുവെച്ചിട്ട് ഇതിൽ ചേർന്നു. But some states resented, opposed. 3 സ്റ്റേറ്റുകൾ ഓപ്പോസ് ചെയ്തു. ഹൈദരാബാദ്, കാശ്മീർ ആൻഡ് ജുനഗഡ് ഓപ്പോസ്ഡ്. ആരൊക്കെ എതിർത്തത്? ഓപ്പോസ് ചെയ്തത് ആരൊക്കെയാ? ഹൈദരാബാദ്, കാശ്മീർ ആൻഡ് ജുനഗഡ് ഓപ്പോസ്ഡ്. എതിർത്തു. 3 നാട്ടുരാജ്യങ്ങളെ എതിർത്തു. 3 സംസ്ഥാനങ്ങൾ ഇതിനെ എതിർത്തു. പിന്നീട് അവരെ യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് മിലിറ്ററി ഇന്റർവെൻഷൻസ് ഒക്കെ നടത്തേണ്ടി വന്നു. ഫൈനലി ദേ വർ ഓൾസോ ജോയിൻഡ്. ദേ വർ ഓൾസോ ഇന്റഗ്രേറ്റഡ്. അവസാനം അവരും ചേർന്നു. ലാസ്റ്റ് അവരും ചേർന്നു. ഫൈനലി ദേ ജോയിൻഡ്. അവസാനം അവരും ചേർന്നു. അവരെയും കൂട്ടിച്ചേർത്തു. ഇത്രയാണ് ഇതിന്റെ പോയിന്റ്സ്. കേട്ടാ, പോയിന്റ്സ് നോക്കുക. ഫസ്റ്റ് പോയിന്റ് എന്താ? There were around 600 princely states before independence. സ്വാതന്ത്ര്യത്തിന് മുമ്പ് 600ഓളം നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു. പറഞ്ഞേ. Okay. There were around 600 princely states before independence. സ്വാതന്ത്ര്യത്തിന് മുമ്പ് 600ഓളം നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു. Britain gave options to join India or Pakistan. അവിടെ either ചേർത്താലും നോടി, അതായത് to join either India or Pakistan, അല്ലെങ്കിൽ join India or Pakistan ആയാലും കുഴപ്പമില്ല. Britain gave options to join India or Pakistan. ബ്രിട്ടൻ അവർക്ക് അധികാരം നൽകി. ബ്രിട്ടൻ അവർക്ക് ഇന്ത്യയിലോ പാകിസ്ഥാനിലോ ചേരാനുള്ള അധികാരം നൽകി. ബ്രിട്ടൻ അവർക്ക് ഇന്ത്യയിലോ പാകിസ്ഥാനിലോ ചേരാനുള്ള അധികാരം നൽകി. ഇത് നാട്ടുരാജ്യങ്ങളുടെ സംയോജനം ഒരു പ്രധാന പ്രശ്നമായിരുന്നു. ഇന്റഗ്രേഷൻ ഓഫ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ്സ് വാസ് another challenge. Integration of principal states was another challenge. ഇത് മറ്റൊരു ചലഞ്ച് ആയിരുന്നു, വെല്ലുവിളിയായിരുന്നു, പ്രധാന പ്രശ്നമായിരുന്നു. സർദാർ വല്ലഭായ് പട്ടേലിനായിരുന്നു ഇതിന്റെ ചുമതല. സർദാർ വല്ലഭായ് പട്ടേൽ വാസ് ഇൻ ചാർജ് ഓഫ് ദിസ്. ഹി അപ്പോയിന്റഡ് VP മേനോൻ, എ കേരളൈറ്റ്, ആസ് സെക്രട്ടറി. അദ്ദേഹം മലയാളിയായ VP മേനോനെ സെക്രട്ടറിയെ നിയമിച്ചു. They prepared an instrument of accession. അവരൊരു ലയനക്കരാർ തയ്യാറാക്കി. ഇത് പ്രകാരം വിദേശകാര്യം,
വിദേശകാര്യം, വാർത്താവിനിമയം, പിന്നെന്താ പറഞ്ഞ കൂടിയും പ്രതിരോധം. പ്രതിരോധം, വിദേശകാര്യം, വാർത്താവിനിമയം. ഇത് കേന്ദ്ര സർക്കാരിന് കൈമാറണം, കേന്ദ്ര ഗവൺമെന്റിന് കൈമാറണം. They had to transfer defense, external affairs and information and communication to central government. They had to transfer defense, external affairs, information and communication to India government, to central government. ഹൈദരാബാദ്, കാശ്മീർ ആൻഡ് ജുനഗഡ് opposed. അതിനു മുമ്പുണ്ട് ഒപ്പുവെച്ചു. ഭൂരിഭാഗം നാട്ടുരാജ്യങ്ങളും ഒപ്പുവെച്ചു. മെജോറിറ്റി ഓഫ് ദ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് സൈൻഡ് ആൻഡ് ജോയിൻഡ്. മെജോറിറ്റി ഓഫ് ദ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് സൈൻഡ്. ഭൂരിഭാഗം നാട്ടുരാജ്യങ്ങളും ഒപ്പുവെച്ചു. ഹൈദരാബാദ്, കാശ്മീർ ആൻഡ് ജുനഗഡ് ഓപ്പോസ്ഡ്. ഹൈദരാബാദും കാശ്മീരും ജുനഗഡും എതിർത്തു. ഫൈനലി ദേ വർ ജോയിൻഡ്. അവസാനം അവരെയും കൂട്ടിച്ചേർത്തു. ഓക്കെ അല്ലേ? പഠിച്ചാ? ആ എന്താ? ഇല്ല. കൂനുമിച്ചിലാണ് വൈകിട്ട് പറയാം. ക്ലാസ് കഴിഞ്ഞിട്ട് വിളിക്കട്ടാ. ഇത് പഠിച്ചാ? ഇതിങ്ങനെ വേർഡ്സ് പറയാൻ പറ്റില്ലേ? ആ പറയേ. ലാസ്റ്റത്തെ 3 പോയിന്റ് ഇല്ലേ, അതിന്റെ സെന്റൻസ് പറഞ്ഞുതരോ? Majority of the principal states signed. Hyderabad, Kashmir and Junagadh opposed. Finally, they were joined. Finally, they joined. There were around 600 princely states before independence. Britain gave option to join India or Pakistan. Integration of princely states, it was another challenge. Sardar Vallabhbhai Patel was in charge of this. He appointed V.P. Menon Kerala as secretary. They prepared an instrument of accession. Princely states had to transfer the defense, external affairs and information and communication to central government. A majority princely states signed. Kashmir, Hyderabad, Junagadh opposed. Finally, they were joined. Okay. Good. Pare. There were around 600 princely states in India before independence. Britain gave them options to join either India or Pakistan. Integration of princely states was another challenge. Sardar Vallabhbhai Patel was in charge of this. He appointed V.P. Menon Kerala as secretary of the Department of States. They prepared an instrument of accession. Princely states had to transfer defense, external affairs, information and communication to the central government of India. Majority of the princely states signed and joined. Kashmir, Junagadh, Hyderabad opposed. Finally, they were also joined through conciliation talks and military intervention. Okay, good. ആരെങ്കിലും മലയാളം പറയാൻ പറ്റുമോ? മലയാളം ആരെങ്കിലും ഉണ്ടാ? പറഞ്ഞേ. ഇന്ത്യയിലോ പാകിസ്ഥാനിലോ ചേരാനുള്ള അധികാരം നൽകിയിരുന്നു. ഇതൊരു പ്രധാന പ്രശ്നമായിരുന്നു. ഇതിന്റെ ചുമതല സർദാർ വല്ലഭായ് പട്ടേലിനായിരുന്നു. സെക്രട്ടറി V.P. Menon അദ്ദേഹം നിയമിച്ചു. ഇവർ ലയനക്കരാർ തയ്യാറാക്കി. പ്രതിരോധം, വിദേശകാര്യം, വാർത്താവിനിമയം എന്നീ നിയന്ത്രണം നാട്ടുരാജ്യങ്ങൾ കേന്ദ്ര സർക്കാരിന് കൈമാറി. പിന്നെ ഭൂരിഭാഗം നാട്ടുരാജ്യങ്ങളും ഇതിൽ ഒപ്പുവെച്ച് ഇന്ത്യൻ യൂണിയനിൽ ചേർന്നു. എന്നാൽ ഹൈദരാബാദ്, കാശ്മീർ, ജുനഗഡ് എന്നീ
ഓക്കെ Mashurattu. പറയാം. There were around 600 princely states in India before independence. Britain gave them option to join either India or Pakistan. The integration of princely states was another challenge. Sardar Vallabhbhai Patel was in charge of this. He appointed V.P. Menon, a Garlight and secretary. He prepared an instrument of accession. Princely states had to transfer defense, external affairs, and information and communication. Majority of princely states signed and joined, but some states such as Hyderabad, Kashmir, and Junagadh were opposed. Finally, they were also integrated. ഓക്കെ ഗുഡ്. മലയാളം ഉണ്ട് ഇനി? മലയാളം ആരെങ്കിലും ഉണ്ടാ? നേരത്തെ മലയാളം പറഞ്ഞ ആരാ? ആദിശ്രീ. ഓക്കെ ഗുഡ്. ഇനി ആരെങ്കിലും ഉണ്ടോ മലയാളം? ആരാ? അഖിൽഷ. നാട്ടുരാജ്യങ്ങൾക്ക് ഇന്ത്യയിലോ പാകിസ്ഥാനിലോ ചേരാനോ സ്വതന്ത്രമായി നിൽക്കാനുള്ള അധികാരം ബ്രിട്ടൻ നൽകി. നാട്ടുരാജ്യങ്ങളുടെ സംയോജനം പ്രധാന പ്രശ്നമായിരുന്നു. ഇതിന്റെ ചുമതല സർദാർ വല്ലഭായ് പട്ടേലിനായിരുന്നു. അദ്ദേഹം മലയാളിയായ V.P. മേനോനെ സെക്രട്ടറിയായി നിയമിച്ചു. അവർ ഒരു ലയനക്കരാർ തയ്യാറാക്കി. അതനുസരിച്ച് പ്രതിരോധ വിദേശകാര്യ വാർത്തകൾ എന്നിവയുടെ നിയന്ത്രണം സർക്കാർ കൈമാറും. ഭൂരിഭാഗം നാട്ടുരാജ്യങ്ങളും ലയനക്കരാറിൽ ഒപ്പുവെച്ചു. എന്നാൽ ഹൈദരാബാദ്, കാശ്മീർ, ചുനഗഡ് നാട്ടുരാജ്യങ്ങൾ ഇതിനെ എതിർത്തു. തുടർന്ന് അവരും ഈ ലയനക്കരാറിൽ ഒപ്പുവെച്ചു. ഓക്കെ.